60+ അറ്റ് ബ്രിജി കേട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഫുൾ മീൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ 60+കാർക്ക് തന്നെ, അതായത് എല്ലാ പ്രോട്ടീനും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഫുൾ മീൽ. എന്നുവെച്ചാൽ അതിന് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ, ഏത് വെജിറ്റബിൾ വേണമെങ്കിൽ എടുക്കാം. ക്യാബേജ്, പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ്, ഈവൻ മുള്ളങ്കിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പിനച്ച്, പിന്നെ ഇത് ഫ്രഞ്ച് ബീൻസ്, ലെമൺ, അങ്ങനെ. പിന്നെ ഇതുപോലെ വലിയ പീസുകൾ ഇങ്ങനെ വരഞ്ഞ് എടുത്തിട്ടുണ്ട്. ഞാൻ 2 ഉണ്ടാക്കണ്ടു. ഞാൻ മൂന്നാമതൊന്നും കൂടി പെട്ടെന്നൊരു ഗസ്റ്റ് ഓടി വന്നല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഒരെണ്ണം കൂടെ മാരിനേറ്റ് ചെയ്ത്, ഇതിനൊരു ചെറിയ മാരിനേഷൻ ഉണ്ട്. മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കത് ഒന്നിച്ച് കുക്ക് ചെയ്യാം. അതിലിപ്പോൾ റൈസ് വേണമെങ്കിൽ റൈസ്, ചപ്പാത്തി ഏതെങ്കിലും ഒന്ന്, ഒരു കുറച്ച് ഞാൻ കാണിച്ചു തരാം അത് സെർവ് ചെയ്യുന്ന സമയത്ത്. ഇതിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിപ്പൊടി ഒന്നും പ്രത്യേകം കാണിക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ടു. മല്ലിപ്പൊടി, പിന്നെ ഇത് കാശ്മീരി ചില്ലി കുറച്ച്, മഞ്ഞൾപ്പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ഞാൻ എല്ലാത്തിലും ഒരു ഇത്തിരി കസൂരി മേത്തി കൂട്ടും. അത് കസൂരി മേത്തിയാണ്, കസ്തൂരി മേത്തി അല്ല. എന്ന് വെച്ചാൽ ഇത് പാകിസ്ഥാനിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അത്ര കസൂരി. അപ്പോൾ അവിടെയുള്ള ഈ ഇങ്ങനെയുള്ള മണമുള്ള ഈ മല്ലിയുടെ പിന്നെ ഉലുവയുടെ ഇല ഉണക്കിയത് ഉണ്ടാക്കിയതുകൊണ്ട് അതിനങ്ങനെ കസൂരി മേത്തി എന്നുള്ള ഇതാണ്. മേത്തി ഹിന്ദി വാക്കാണല്ലോ, കസൂരി മേത്തി, അങ്ങനെയാണ് അത്ര അത് വന്നത്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് തൈര് കൂട്ടാൻ ഇഷ്ടമല്ലെങ്കിൽ തൈരാണതിൽ കൂട്ടേണ്ടത്, അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ വിനീഗർ. ഓഫ് കോഴ്സ് ഞാൻ അത് അപ്രീഷിയേറ്റ് ചെയ്യില്ല, കാരണം വിനീഗർ എപ്പോഴും സിന്തറ്റിക് വിനീഗറാണ് നമുക്ക് കിട്ടാറുള്ളത്. അതുകൊണ്ട് വിനീഗർ വേണ്ട. ഒരു 2-3 സ്പൂൺ തൈര് കൂട്ടിയിട്ട് ഇതൊന്ന് നല്ലോണം ഇളക്കിയിട്ട് അത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. കട്ടിയിൽ ഇതായിട്ടുണ്ട്, അത് ഇളക്കിയിട്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്ത് നല്ലപോലെ തിരിച്ച് മറിച്ചുവിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമുക്കതിലേക്ക് എടുത്തു വയ്ക്കാം. എടുത്തു വെച്ചിട്ട് ഈ ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ ഇനി ആ വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചത് എല്ലാം ചെയ്യാൻ പോകുന്നത്. ഈ ബാക്കി വന്ന മസാലയിലേക്ക്, ബാക്കി വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് എടുത്ത് വെച്ചു, നല്ലപോലെ അതിലേക്ക് അപ്ലൈ ചെയ്തു, നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി ഇങ്ങനെ വരുന്ന ഇതിലേക്ക് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, വെജിറ്റബിൾ കട്ട് ചെയ്യാൻ ഈസിയാണ്. ഇത്ര വലുതാക്കി, വളരെ ചെറുതാക്കിയൊന്നും കട്ട് ചെയ്യണ്ട. എനിക്ക് കട്ട് ചെയ്യാനായിട്ടൊരു ഫുഡ് പ്രോസസ്സറിലൊരു ചോപ്പറുണ്ട്, അങ്ങനെ വലുതാക്കി കട്ട് ചെയ്താൽ മതി. അതെല്ലാം കൂടെ, ഒരുപാട് വെജിറ്റബിൾ വേണമെന്നില്ല, എല്ലാം കൂടെ ഇതിലിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക ബാക്കിയുള്ള മസാലയിൽ. അപ്പോൾ അതിൽ എക്സെപ്റ്റ് സ്പ്രിംഗ് ഓനിയനും ടൊമാറ്റോ ആക്ച്വലി ഉള്ളിൽ ആ പൾപ്പ് നമ്മളിട്ടില്ല. പിന്നെ ഇത് ക്യൂക്കുംബറും, അതൊക്കെ നമ്മൾ ലാസ്റ്റ് ഭക്ഷണം കൊടുക്കുമ്പോൾ ചെയ്യാനുള്ളതാണ്. ഇങ്ങനെ വലിയ പീസൊക്കെ ക്യാബേജൊക്കെ ആയാലും അതൊന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ഇതും ഒരു 2 മിനിറ്റ് വയ്ക്കുക. ഉള്ള മസാലയിൽ ഞാൻ വെജിറ്റബിളെല്ലാം ആയിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു. വാസ്തവത്തിൽ ഇതിങ്ങനെ നമ്മൾ OTGയിൽ എടുത്ത് വെച്ച് ബട്ടർ പേപ്പർ വെച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ കിട്ടും. അതുപോലെ എയർ ഫ്രയർ ഉണ്ടെങ്കിലും ഈ ചിക്കനൊക്കെ ഇങ്ങനെ എയർ ഫ്രയറിൽ വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വെജിറ്റബിളിൽ നമ്മൾ ക്യൂക്കുംബറും സ്പ്രിംഗ് ഓനിയൻ അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് നമ്മൾ OTGയിലൊന്നും അല്ല ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ സാധാരണ എല്ലാവർക്കും സാധിക്കുന്ന രീതിയിൽ ആദ്യം നമ്മൾ പിന്നെ അടി കട്ടിയുള്ളൊരു പാത്രം സ്റ്റൗ ഓൺ ചെയ്തു. അതിൽ കുറച്ച് എണ്ണ വെച്ചെന്ന് വെച്ചാൽ ഒരുപാട് എണ്ണയില്ല, ഇതിങ്ങനെ ഇതായതുകൊണ്ട് തോന്നുന്നതാണ്. ഒരു 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചു. എണ്ണ വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ, ചൂടായപ്പോൾ ഇങ്ങനെ ചിക്കൻ നമ്മൾ എടുക്കും. നല്ലോണം കുറച്ചിട്ട് എണ്ണ ഒഴിക്കേണ്ട ഒലിവ് ഓയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒലിവ് ഓയിലായാലും ചെയ്യാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് മൂടി വയ്ക്കാം, പെട്ടെന്ന് മരുന്ന് വേവണമെങ്കിൽ. നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഇങ്ങനെ ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ അത് വേവില്ല. ആദ്യം കുറച്ച് നേരം മൂടി വയ്ക്കണം, പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചിട്ടിട്ട് പിന്നെ ഒന്നും കൂടെ മൂടി വെക്കണം. എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എണ്ണയൊന്നും വേണ്ട, നല്ല ഹോട്ടലിലെ പോലെ എടുക്കും. അപ്പോൾ നമ്മൾ ഇത് ഓൾമോസ്റ്റ് വെന്ത് ഒരു ഫോർക്കെടുത്ത് കിടക്കുന്ന ഒന്ന് കുത്തി നോക്കാം. എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വേവാത്തത് എങ്ങനെയാണ്, നമ്മൾ കഴിക്കാനായിട്ട് പൊളിക്കുമ്പോൾ
ചുവന്ന നിറം ഉണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടാവില്ല. ഹോട്ടലിൽ നിന്നായാലും KFC നിന്നായാലും അത് അപ്പോൾ തന്നെ നമ്മൾ പറയണം. എന്നിട്ട് ഇത് മാറ്റി വെച്ചിട്ട് ഈ ചിക്കൻ പീസ് 2 എണ്ണം മാറ്റി വെച്ചിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് വെജിറ്റബിൾസ് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് വെക്കാം. എണ്ണയൊന്നും ഒഴിക്കേണ്ട, അതേ ആ പാത്രത്തിൽ തന്നെ ആ എണ്ണ നമ്മൾ അരിഞ്ഞ് വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച് വെജിറ്റബിൾസ് കുറച്ച് ഇട്ടിട്ട് കുറച്ച് നേരം മൂടി വെക്കുമ്പോഴേക്കും നമുക്കതൊന്ന് സോട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ വെജിറ്റബിളെല്ലാം ഇങ്ങനെ സോട്ട് ചെയ്ത പോലെ ഉണ്ട്, അതിൽ എണ്ണയൊന്നുമില്ല എല്ലാം. പിന്നെ ഇപ്പോൾ കുറച്ച് സ്പിനച്ചും സ്പ്രിംഗ് ഓണിയനൊക്കെ ഞാനിട്ടു. അപ്പോൾ നമുക്ക് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മസാലയൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളവർക്കാണെങ്കിൽ വെറുതെ കുറച്ച് പെപ്പർ പൗഡറും ഉപ്പും മാത്രം ഇട്ടാൽ മതി. പിന്നെ അതിൻ്റെ കൂടെ എനിക്കിഷ്ടമുള്ള ഒറിഗാനോ അല്ലെങ്കിൽ പാസ്ലേ അതൊക്കെ ഇടണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ കുറച്ച് സോയ സോസ് ഒഴിക്കാം, മയണൈസ് സോസ് ഒഴിക്കാം. പിന്നെ ഇത് ഈവൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോഴും അതെ, വെറുതെ നിങ്ങൾക്ക് മസാല ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ വെറുതെ കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് പെപ്പർ പൗഡറും വൈറ്റ് പെപ്പർ പൗഡറോ അങ്ങനെ എന്തെങ്കിലും മാത്രം മതി. നമുക്കിതിൽ മഷ്റൂം എന്ത് നമുക്ക് ആരോഗ്യത്തിനുള്ള എന്ത് വേണമെങ്കിലും ഇടാം. ഫുൾ മീൽ റെഡിയായി. അപ്പോൾ എല്ലാ വെജിറ്റബിളും എല്ലാം ഇട്ട് നമുക്ക് ഇഷ്ടം പോലെ എടുക്കാം. അപ്പോൾ ചപ്പാത്തി വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരെണ്ണം, ഇപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ചാണെങ്കിൽ. പിന്നെ റൈസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും റൈസ് മതി. ഇതിപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരാണെങ്കിലും ഈ പുഴുങ്ങലരി തന്നെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞാൻ പറഞ്ഞ പോലെ മസാല ഇങ്ങനെ നിർബന്ധം ഇല്ല ഇടാൻ. അപ്പോൾ അതിന് പകരം പെപ്പർ പൗഡറും അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിൽ ഞാൻ ഒറിഗാനോ അങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങൾ പാഴ്സലിയൊക്കെ ഇടാം. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ കുറേ കറിയും, ഒരു നീണ്ട കറി, ചെറിയ കറി, ഒരു തോരൻ, പിന്നെ പപ്പടം, ഇങ്ങനെയൊക്കെയുള്ള നിർബന്ധങ്ങളുള്ള വീട്ടിൽ ഞാൻ ഇങ്ങനെ ഒറ്റയടിക്ക് എല്ലാം കൂടെ ഒന്നിച്ച് ഉണ്ടാക്കും. താങ്ക് യു.